ഹായ് മക്കളെ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th ക്ലാസ്സിൻ്റെ മിഡീവൽ ഇന്ത്യ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള മിഡീവൽ ഇന്ത്യയുടെ 4th പാർട്ടാണ്. കഴിഞ്ഞ പാട്ടിൽ ഞാൻ അബുൾ ഫാസലിനെ പറ്റി പറഞ്ഞാണ് നിർത്തിയത്. കാണാത്തവർ പോയി കാണണം, എന്നിട്ട് വേണം ഇത് വന്ന് കാണാൻ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, ആക്സിലറേറ്റഡ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നഗരവൽക്കരണം. അപ്പം അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്ഷൻ കൂടിയപ്പോൾ, ഉൽപ്പാദനം കൂടിയപ്പോൾ എന്ത് ചെയ്തു? ട്രേഡ് ആക്സിലറേറ്റ് ചെയ്തു, ട്രേഡ് ഉണ്ടായി. അതുപോലെ തന്നെ അർബനൈസേഷൻ സ്വാഭാവികമായിട്ടുമാണല്ലോ, അഗ്രികൾച്ചർ കൂടുമ്പോൾ ട്രേഡ് ഉണ്ടാകും. കാരണം അവനവൻ്റെ ഉൽപ്പാദനത്തിൽ കൂടുതലാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വ്യാപാരത്തിലോട്ട് പോകും. ആ വ്യാപാരം എന്തിലോട്ട് വഴിതെളിക്കും? അർബനൈസേഷൻ, നഗരവൽക്കരണത്തിലോട്ട് വഴിതെളിക്കും. ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ് എന്ന് വെച്ചാൽ ഫോറിൻ സാധനങ്ങൾ വരുന്നതിലെ കവാടം എവിടെയായിരുന്നു? ഗുജറാത്തായിരുന്നു അതിൻ്റെ കവാടം. കാരണം ഗുജറാത്ത് എന്ന് പറയുന്നത് അറേബ്യൻ സീയുടെ അടുത്താണ് കിടക്കുന്നത്. അതുപോലെ തന്നെ അതൊരു പോർട്ട് സിറ്റി ആയിരുന്നു, തുറമുഖ പട്ടണമായിരുന്നു ഗുജറാത്ത്. അപ്പം ഫോറിൽ നിന്നുള്ള സാധനങ്ങൾ ഇതുവഴിയായിരുന്നു ഇന്ത്യയിലോട്ട് വരുന്നത്? ഗുജറാത്ത് വഴിയായിരുന്നു. നമുക്കറിയാം ഗുജറാത്ത് കിടക്കുന്നത് അറേബ്യൻ സീയുടെ അടുത്താണ്. ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വേർ ടെക്സ്റ്റൈൽ, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ഐറ്റംസ് കയറ്റുമതി ഏതൊക്കെയായിരുന്നു? ടെക്സ്റ്റൈൽ, മസ്ലിൻ. ടെക്സ്റ്റൈൽ തുണിത്തരങ്ങൾ, മസ്ലിൻ എന്ന് പറഞ്ഞാൽ തുണിത്തരങ്ങളാണ്, നേർത്ത തുണി. ഷുഗർ ആൻഡ് റൈസ്, ഷുഗർ എന്ന് വെച്ചാൽ പഞ്ചസാര, റൈസ് അരി. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അതായത് വാട്ടറിലൂടെയായിരുന്നു വ്യാപാരം നടന്നിരുന്നത്, കപ്പൽ വഴി ആയിരുന്നു. അതാണ് ഗുജറാത്ത് ദ ഗേറ്റ് വേ എന്ന് പറയുന്നത്. കാരണം അറേബ്യൻ സീയുടെ അടുത്തായതുകൊണ്ട് പോർട്ട് സിറ്റി ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പം വാട്ടർ ട്രാൻസ്പോർട്ട് ആയിരുന്നു ഉള്ളത്. ദ മേജർ സിറ്റീസ് ഓഫ് ദിസ് പീരീഡ് വെയർ ധാക്ക, മൂർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര എക്സെട്ര. ഞാൻ പറഞ്ഞല്ലോ അന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ധാക്ക എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. മൂർഷിദാബാദ് ഇന്ത്യയിലാണ്. സൂററ്റ് ഇന്ത്യയിലാണ്. പിന്നെ ഏതാണ്? ലാഹോർ പാകിസ്ഥാനിലാണ്. ആഗ്ര ഇന്ത്യയിലാണ്. അപ്പോൾ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് പൂരിപ്പിക്കാനാണുള്ളത്. ധാക്ക ബംഗ്ലാദേശിൽ, മൂർഷിദാബാദ് എവിടെയാണ്? ഇന്ത്യയിലാണ്. ലാഹോർ പാകിസ്ഥാനിലാണ്. സൂററ്റ് ഇന്ത്യയിലാണ്. ആഗ്രയും ഇന്ത്യയിലാണ്. ഇനി നെക്സ്റ്റ്, ഹാവ് യു നോട്ടീസ് ദി പിക്ചർ? ഒരു പിക്ചർ കണ്ടല്ലോ, അത്. ദിസ് ഈസ് ദ ഫ്രണ്ട് കവർ ഓഫ് മഹാഭാരത. മഹാഭാരതയുടെ ഫ്രണ്ട് കവറാണ്. അപ്പോൾ മഹാഭാരത, രാമായണം നമ്മുടെ രണ്ട് ഇതിഹാസങ്ങളാണ്. ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യ ഡ്യൂറിങ് ദ മുഗൾ ഇറ. അപ്പം ഇത് രാമായണവും മഹാഭാരതവും നമ്മുടെ രണ്ട് പുരാണ ഇതിഹാസങ്ങളാണ്. അപ്പോൾ ഈ മഹാഭാരതത്തിൻ്റെ ഫ്രണ്ട് പേജാണിത്. അത് എങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു? പേർഷ്യൻ ലാംഗ്വേജിൽ. ആരുടെ സമയത്ത്? മുഗൾ പീരീഡിൽ. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദാരാ ഷുക്കോ. ആരാണ്? ദാരാ ഷുക്കോ ആണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് ആരായിരുന്നു? ദ സൺ ഓഫ് മുഗൾ റൂളർ ഷാജഹാൻ. ഷാജഹാൻ്റെ മകനായിട്ടുള്ള ദാരാ ഷുക്കോ ആണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതായത് മഹാഭാരതം ഏതിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു? അതായത് പേർഷ്യൻ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി മുഗൾ ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ. ഇത് മുഗളും ഇന്ത്യൻ കൾച്ചറും തമ്മിലുള്ള ബ്ലെൻഡിങ്, കൂടിച്ചേരലാണ് ഇത് കാണിക്കുന്നത്. സച്ച് ബ്ലെൻഡിങ് ഓഫ് കൾച്ചർ ടുക്ക് പ്ലേസ് ഇൻ മെനി റീജിയൻ. അത് മാത്രമല്ല പല കാര്യങ്ങൾ, ആർട്ട്, ആർക്കിടെക്ചർ, അങ്ങനെ പല വിഭാഗങ്ങളിലും ഈ ഒരു ബ്ലെൻഡിങ് കാണാൻ സാധിക്കും. ലെറ്റ് us have a look at some example of such കൾച്ചറൽ ഇൻ്റഗ്രേഷൻ. ഓക്കെ, നമുക്കതിൻ്റെ കുറച്ച് എക്സാമ്പിൾസുകൾ നോക്കാം. ദി താജ്മഹൽ, ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ദി ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് ദ പേർഷ്യൻ സ്റ്റൈൽ ബ്രോട്ട് ഹിയർ ബൈ ദ മുഗൾസ്. അതായത് താജ്മഹലും ആഗ്ര ഫോർട്ടും അതുപോലെ തന്നെ റെഡ് ഫോർട്ടൊക്കെ കുറച്ച് എക്സാമ്പിൾസുകളാണ്. ഏതാണ്? ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈലും അതുപോലെ തന്നെ പേർഷ്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈലും തമ്മിൽ ബ്ലെൻഡ് ആയതിൻ്റെ. അത് ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? മുഗൾസാണ് ഇത് കൊണ്ടുവന്നത് ഇവിടെ. ഉറുദു, എ ന്യൂ ലാംഗ്വേജസ് വാസ് ആൾസോ ഫൗണ്ട് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജസ്. അതുപോലെ ലാംഗ്വേജസിലും ഉണ്ട്. അപ്പം ഉറുദുവും അതുപോലെ തന്നെ ഉറുദു വന്നത് എങ്ങനെയാണ്? പേർഷ്യനും അതുപോലെ തന്നെ ഹിന്ദി ലാംഗ്വേജും തമ്മിൽ മിക്സ് ആയിട്ടാണ്, ഫ്യൂഷനായിട്ടാണ്. ഡ്യൂറിങ് ദിസ് പീരീഡ്, ഈ സമയത്ത് തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക് ആൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ആൾസോ ഒറിജിനേറ്റഡ്
ആസ് ദ റിസൾട്ട് ഓഫ് ദി സിന്തസൈസ്. അതായത് ഇന്ത്യനും അതുപോലെ തന്നെ പേർഷ്യൻ്റെയും മ്യൂസിക്കിൻ്റെ എലമെൻസുകൾ ബ്ലെൻഡ് ചെയ്തിട്ടാണ് എന്ത് വന്നത്, ഹിന്ദുസ്ഥാനി മ്യൂസിക് ഒറിജിനേറ്റ് ആയത്. നെക്സ്റ്റ് പിക്ചർ ആഗ്ര ഫോർട്ടിൻ്റെ പിക്ചറാണ്. ദ മുഗൾ ഇറ വിറ്റ്നസ്ഡ് സിമിലർ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്. മുഗൾ കാലഘട്ടം എല്ലാ ലൈഫിൻ്റെ സ്പിയറിലും, എല്ലാ മേഖലകളിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇതുപോലുള്ള ഇൻ്റഗ്രേഷൻ, അതായത് കടന്നുകയറ്റം, ഇന്ത്യൻ സ്റ്റൈലിൻ്റെയും പേർഷ്യൻ സ്റ്റൈലിൻ്റെയും കടന്നുകയറ്റം വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഏത് മേഖല എടുത്തു നോക്കിയാലും. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ദ വിജയനഗര റൂൾ. ഹോപ്പ് യു ഹാവ് ലേൺഡ് എബൌട്ട് ദി മുഗൾ ഡൈനാസ്റ്റി ദാറ്റ് റൂൾ ഇൻ ഡൽഹി ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. മിഡീവൽ പീരീഡിൽ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന, അതായത് ഡൽഹി ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന മുഗൾ രാജവംശത്തെപ്പറ്റി നമുക്ക് പഠിച്ചു കഴിഞ്ഞു. ഡിഫറെൻറ്റ് ഡൈനാസ്റ്റീസ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ആൾസോ ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ പീരീഡിൽ ധാരാളം ഡൈനാസ്റ്റികൾ, അതായത് രാജവംശങ്ങൾ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്നു. ദ മോസ്റ്റ് പ്രോമിനൻറ്റ് എമംഗ് ദം വാസ് ദ വിജയനഗര കിങ്ഡം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? വിജയനഗര എംപയറാണ്. വിജയനഗര ആൻഡ് ഹംപി. വിജയനഗര ദ സിറ്റി ഓഫ് വിക്ടറി വാസ് ദ നെയിം ഓഫ് ബോത്ത് എ സിറ്റി ആൻഡ് എ കിങ്ഡം. വിജയനഗര എന്ന് പറയുന്നത് മീനിങ് സിറ്റി ഓഫ് വിക്ടറി എന്നാണ്. അത് എന്തിൻ്റെയൊക്കെ പേരിൽ അറിയപ്പെടുന്നു? കിങ്ഡം എന്ന പേരിലും അറിയപ്പെടുന്നു, സിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നു. ദ സിറ്റി വാസ് ഡെസ്ട്രോയിഡ് ഇൻ 1565 CE. അത് എന്നാണ് നശിപ്പിക്കപ്പെട്ടത്? 1565, 1565. ആൻഡ് റിമൈൻഡഡ് ഓൺലി ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി പീപ്പിൾ. എവിടെയാണ് അവശേഷിക്കുന്നത്? ഇപ്പോഴും മനുഷ്യരുടെ മൈൻഡിലാണ്, മനസ്സിലാണ് അത് അവശേഷിക്കുന്നത്, വിജയനഗര എന്നുള്ളത്. വേറെ ഒരു സൂചനകളും ഇല്ല അതിനെപ്പറ്റി. ഇറ്റ് റിമൈൻഡഡ് ഇൻ ദെയർ പോപ്പുലർ മെമ്മറി ആസ് ഹംപി. പക്ഷേ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഹംപി എന്ന് ചിന്തിക്കുമ്പോഴേ നമുക്കറിയാം വിജയനഗരമാണെന്ന്. അപ്പോൾ അത് മാത്രമാണുള്ളത്. ദ റൂയിൻസ് ഓഫ് ഹംപി വെയർ ഡിസ്കവേർഡ് ഇൻ 1800. എന്നാണ് അതിൻ്റെ റൂയിൻസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതെന്നാണ്? 1800 ബൈ കേണൽ മക്കൻസി. ആരാണ്? കേണൽ മക്കൻസി ആണ്. ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഓഫീസറാണത്. അപ്പം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഇതിൻ്റെ റൂയിൻസ് കണ്ടെത്തിയത്. ദിസ് ഡിസ്കവറി ഡ്രൂ ദ അറ്റൻഷൻ ഓഫ് ദ റിസർച്ചേഴ്സ് ടു ദി ഹിസ്റ്ററി ഓഫ് വിജയനഗര. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്കവറി മൂലമാണ്, ഇതിൻ്റെ കണ്ടുപിടുത്തം മൂലമാണ് റിസർച്ചേഴ്സ് എങ്ങോട്ട് അറ്റൻഷൻ കിട്ടിയത്? വിജയനഗര എംപയറിലോട്ട് അറ്റൻഷൻ കിട്ടിയതും അങ്ങനെ ഒരു എംപയർ, അതായത് രാജവംശം നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കിയതും അതിനുശേഷമാണ്. നെക്സ്റ്റ് ഒരു ഇന്ത്യയുടെ ഒരു മാപ്പാണ്. അതിനകത്ത് കണ്ട ഒരു ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് വിജയനഗര ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് കൃഷ്ണദേവരായ. കൃഷ്ണദേവരായരുടെ കാലത്ത് വിജയനഗരം ഈ ഭാഗത്തൊക്കെയായിരുന്നു വ്യാപിച്ചിരുന്നത്. അതിൻ്റെ മാപ്പാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനിയൊരു ബോക്സ് കൊടുത്തേക്കുന്നത് കണ്ടോ? കിങ് ഓഫ് വിജയനഗര. വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരാണത്. സംഗമ ഡൈനാസ്റ്റി, ഹരിഹര ആൻഡ് ബുക്ക. സുൽവ ഡൈനാസ്റ്റി, നരസിംഹ സുൽവ. തുളുവ ഡൈനാസ്റ്റി, വീരനരസിംഹ കൃഷ്ണദേവരായ. അരവിഡു ഡൈനാസ്റ്റി, തിരുമല വെങ്കിട ഫസ്റ്റ്. ഇവരൊക്കെയാണ് വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാർ. ചാൻസുള്ള ക്വസ്റ്റ്യനാണ്. ഏതൊക്കെ രാജവംശമാണ് വിജയനഗര എംപയർ ഭരിച്ചിരുന്നതെന്നും ഏതൊക്കെ രാജാക്കന്മാരാണ് അതിൽ ഉൾപ്പെട്ടിരുന്നതെന്നും. The Vijayanagara was founded in 1336 CE by the brothers ഹരിഹര ആൻഡ് ബുക്ക. ഹരിഹര എന്നും ബുക്ക എന്നും പറയുന്ന രണ്ട് സഹോദരങ്ങളാണ് വിജയനഗര എംപയർ ഫൗണ്ട് ചെയ്തത്, സ്ഥാപിച്ചത്. എന്നാണ് 1336, 1336. കൃഷ്ണദേവരായ അദ്ദേഹത്തിൻ്റെ സമയം 1509 മുതൽ 1529 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. വിജയനഗര എംപയർ വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദി പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര. അപ്പം വിജയനഗര എന്ന് പറയുന്നത് ഒരു വെൽത്തി കിങ്ഡം ആയിരുന്നു. കാരണം ഹംപിയിൽ നിന്ന് കിട്ടിയ കുറേ അവശിഷ്ടങ്ങളുണ്ട്, കുറേ ടെമ്പിൾസിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറേ പിക്ചേഴ്സുകൾ കാണും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് വളരെ ഒരു റിച്ച് ആയിട്ടുള്ളൊരു കിങ്ഡം ആയിരുന്നു എന്ന്. അതായത് ഒറ്റക്കല്ലിൽ തീർത്ത മണ്ഡപങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൂളർ ആരായിരുന്നു? കൃഷ്ണദേവരായരായിരുന്നു. പവർഫുള്ളും ഫേമസുമായിട്ടുള്ള റൂളർ. ഒരു ബോക്സിൽ കിടക്കുന്നത് നോക്കും. ദ കിങ് അലൗഡ് സച്ച് ഫ്രീഡം ദാറ്റ് എനി വൺ റെസ്പെക്റ്റീവ് ഓഫ് ബീയിങ് ക്രിസ്ത്യൻ, ജൂ, മൂർ ഓർ ഹിതൻ
ക്യാൻ കം ആൻഡ് ഗോ ആൻഡ് ലീവ് അക്കോർഡിംഗ് ടു ഹിസ് ക്രീഡ് വിത്തൗട്ട് ബീയിങ് അനോയിഡ് ഇൻ എനി വേ. അതായത് രാജാവ് അതായത് അക്ബറിനെ പോലെ തന്നെ ഇദ്ദേഹവും ആരായിരുന്നു? കൃഷ്ണദേവരായരും മതസഹിഷ്ണുതയുള്ളൊരു വ്യക്തിയായിരുന്നു, ഒരു രാജാവായിരുന്നു. മതസഹിഷ്ണുത എന്ന് വെച്ചാൽ റിലീജിയസ് ടോളറൻസ്. അതാണ് നമുക്ക് ആ ബോക്സിൽ നിന്ന് മനസ്സിലാവുന്നത്. ദ കിങ് അലൗഡ് സച്ച് ഫ്രീഡം ദാറ്റ് എല്ലാവർക്കും രാജാവ് ഫ്രീഡം കൊടുത്തിരുന്നു, സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ബീയിങ് ക്രിസ്ത്യൻ, ജൂ, മൂർ, അങ്ങനെ ഏത് കാസ്റ്റ് എന്നൊന്നുമില്ല, എല്ലാവർക്കും ഫ്രീഡം കൊടുത്തിരുന്നു. ക്യാൻ കം ആൻഡ് ഗോ, വരികയും പോവുകയും ചെയ്യാം. ആൻഡ് ലീവ് അക്കോർഡിംഗ് ടു ദെയർ ക്രീഡ്, അവരുടെ ആ ഒരു വിശ്വാസത്തിനനുസരിച്ച് അവർക്ക് ജീവിക്കാം. വിത്തൗട്ട് ബീയിങ് അനോയിഡ് ഇൻ എനി വേ, അവരെ ഒരു തരത്തിൽ ശല്യം ചെയ്തിരുന്നില്ല. ഇവർ ഇന്ന ജാതിയാണെന്ന് വെച്ച് അവർ ശല്യം ചെയ്തിരുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസത്തിൽ അവർക്ക് ജീവിക്കാമായിരുന്നു. ഇക്വാളിറ്റി വാസ് എൻഷ്യൂർഡ് ബൈ ദ ജുഡീഷ്യൽ സിസ്റ്റം പ്രസൻറ്റ് ഹിയർ. അവിടെ ഉണ്ടായിരുന്ന ജുഡീഷ്യൽ സിസ്റ്റം, നീതി വ്യവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു നീതി വ്യവസ്ഥയിലൂടെയും എന്താണ് ഇക്വാളിറ്റി, സമത്വം എൻഷുർ ചെയ്തിരുന്നു, ഉറപ്പാക്കിയിരുന്നു. ആരാണ് പറഞ്ഞത്? ബാർബോസ, പോർച്ചുഗീസ് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ. അപ്പം പോർച്ചുഗീസ് ട്രാവലർ കൃഷ്ണദേവരായരുടെ സമയത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്ത പോർച്ചുഗീസ് ട്രാവലറുടെ പേരാണ് ബാർബോസ. മറന്നു പോകരുത്. കൃഷ്ണദേവരായരുടെ സമയത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്ത പോർച്ചുഗീസ് ട്രാവലറുടെ നെയിമാണ് ബാർബോസ. ചോദിക്കും. അപ്പോൾ നമ്മൾ മുഗൾ പീരീഡിലും പഠിച്ചു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത കുറേ ഫോറിൻ ട്രാവലേഴ്സിൻ്റെ പേര് പഠിച്ചിട്ടുണ്ട്. അതും പഠിച്ചു വയ്ക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഇതും പഠിച്ചു വയ്ക്കണം. ദ റെയിൻ ഓഫ് കൃഷ്ണദേവരായ വാസ് എ പീരീഡ് ഓഫ് ഇമ്പീരിയൽ എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി എംപയർ. രാജ്യം വികസിപ്പിച്ചിരുന്നു. അതാണ് ഇമ്പീരിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യം, വിജയനഗര എംപയർ, അവർ മറ്റുള്ള രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി വികസിപ്പിച്ചിരുന്നു. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എംപയർ, രാജ്യവും അതുപോലെ തന്നെ ഡെവലപ്പായിരുന്നു, വികസിച്ചിരുന്നു. ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക് വെർ ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് ഹിസ് റെയിൻ. അദ്ദേഹത്തിൻ്റെ പീരീഡിൽ ധാരാളം കൺസ്ട്രക്ഷൻ വർക്ക്, അതായത് അമ്പലം, ടെമ്പിൾ പണിയുക, മന്ദിരങ്ങൾ പണിയുക, ഫോർട്ടുകൾ പണിയുക, അങ്ങനെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്തിരുന്നു. എപ്പാർട്ട് ഫ്രം കൺസ്ട്രക്റ്റിംഗ് മോർ ഫെസിലിറ്റീസ് ഇൻ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഹംപി, ഹി ആൾസോ ബിൽറ്റ് ന്യൂ ഫോർട്ട്സ്, പാലസസ് ആൻഡ് ടെമ്പിൾസ്. അതിന് പുറമെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ അദ്ദേഹം പണിതിരുന്നു. അതിന് പുറമെ മോർ ഫെസിലിറ്റീസ് ഇൻ ക്യാപിറ്റൽ സിറ്റി, ഹംപിയിലും, അതായത് ക്യാപിറ്റലായിരുന്നു ഹംപി, വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നു ഹംപി. ഹംപിയിലും ധാരാളം കൺസ്ട്രക്ഷൻ വർക്കുകൾ അദ്ദേഹം നടത്തിയിരുന്നു. ഹി ആൾസോ ബിൽറ്റ് ന്യൂ ഫോർട്ട്, പുതിയ ഫോർട്ടുകൾ, കോട്ടകൾ കെട്ടിയിരുന്നു. പാലസസ്, കൊട്ടാരങ്ങൾ, അതുപോലെ തന്നെ ടെമ്പിൾസ്. അനദർ ഇമ്പോർട്ടൻ്റ് റീസൺ ഫോർ ഹിസ് ഫെയിം വാസ് റിലീജിയസ് ടോളറൻസ്. നമ്മൾ ആ ബോക്സിൽ നിന്ന് പഠിച്ചു. അദ്ദേഹം വളരെ റിലീജിയസ് ടോളറൻസ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. മതസഹിഷ്ണുതയുള്ള ഒരു രാജാവായിരുന്നു. ആൾ റിലീജിയൻ വെയർ ട്രീറ്റഡ് ഈക്വലി ബൈ ഹിം. എല്ലാ മതങ്ങളെയും അദ്ദേഹം ഒരുപോലെയാണ് കണ്ടിരുന്നത്. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻ വെർ അലൗഡ് ടു ഫോളോ ദെയർ ബിലീഫ്സ് ഫ്രീലി. പല മതത്തിൽപ്പെട്ട വിശ്വാസികൾക്ക് അവരുടേതായിട്ടുള്ള മതത്തിൻ്റെ വിശ്വാസങ്ങൾ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ പിന്തുടരാൻ അദ്ദേഹം അനുവാദം കൊടുത്തിരുന്നു. ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്ഫിയർ ആൾസോ വിറ്റ്നസ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് അണ്ടർ കൃഷ്ണദേവരായ. ആർട്ട്, ലിറ്ററേച്ചർ സാഹിത്യം, അതുപോലെ തന്നെ കൾച്ചറൽ മേഖലകളിലെല്ലാം റിമാർക്കബിൾ പ്രോഗ്രസ്, വളരെയധികം പുരോഗതി കൊണ്ടുവന്നു. ആരുടെ സമയത്താണ്? കൃഷ്ണദേവരായരുടെ സമയത്ത്. ഹി ഹാഡ് എക്സ്ട്രാ ഓർഡിനറി ഇറൂഡിഷൻ എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യം, അറിവുണ്ടായിരുന്നു, അപാരമായ അറിവുണ്ടായിരുന്നു. ഹി ആതോർഡ് ദി വർക്ക്സ് അമുക്ത മാല്യത ആൻഡ് ജാമ്പവതി കല്യാണം. അദ്ദേഹം എഴുതിയ 2 വർക്കിൻ്റെ പേരാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അമുക്ത മാല്യത ആൻഡ് ജാമ്പവതി കല്യാണം. ഹി പ്രൊമോട്ടഡ് തെലുങ്കു, കന്നഡ ആൻഡ് തമിഴ് ലിറ്ററേച്ചർ. ഈ ഭാഷകൾ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. തെലുങ്കു, അതുപോലെ കന്നഡ, തമിഴ് ലിറ്ററേച്ചർ. സ്കോളേഴ്സ് നോൺ ആസ് അഷ്ടദിഗ്ജ അഡോണ്ട് ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ. അഷ്ടദിഗ്ജ എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റിലാണ്. 8 സ്കോളേഴ്സാണുള്ളത് അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ. കൃഷ്ണദേവരായ തെലുങ്കു സ്കോളേഴ്സ്, അവർക്ക് കൊടുത്തിരുന്ന ടൈറ്റിലാണ് ഈ അഷ്ടദിഗ്ജ എന്ന് പറയുന്നത്. അവരാരുടെ കോർട്ടിലാണ് അഡോൺ ചെയ്തിരുന്നത്? കൃഷ്ണദേവരായരുടെ കോർട്ടിൽ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. മൊണാർക്കി പ്രിവൈൽഡ് ഇൻ വിജയനഗര. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓൾസോ മൊണാർക്കി, രാജാധികാരമായിരുന്നു. അതാണ് മൊണാർക്കി എന്ന് പറയുന്നത്. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, നമ്മൾ മുഗൾ പീരീഡിൽ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി പിന്നെന്തുവാണ് സർക്കാർ അങ്ങനെ ഡിവൈഡ് ചെയ്ത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, എളുപ്പത്തിന് വേണ്ടിയിട്ട്. ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻറ്റു മണ്ഡലം.
പ്രോവിൻസസ്, നാടു ഡിസ്ട്രിക്റ്റ്, സ്ഥല സബ് ഡിസ്ട്രിക്റ്റ് ആൻഡ് ഗ്രാമ വില്ലേജ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരുന്നു. ദെയർ ആർ ക്യാബിനറ്റ് ടു ഹെൽപ്പ് ദ കിങ്. ഒരു ക്യാബിനറ്റ് ഉണ്ടായിരുന്നു, മിനിസ്റ്റേഴ്സിൻ്റെ ഒരു കൂട്ടമുണ്ടായിരുന്നു. ആരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? രാജാവിനെ. ദ കിങ് ഹാഡ് ദ പവർ ടു ഡിമോട്ട് ആൻഡ് പണിഷ് മിനിസ്റ്റേഴ്സിനെ പുറത്ത് കളയാനും അതുപോലെ പണിഷ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ടായിരുന്നു? രാജാവിന്. ദെയർ വെർ കോർട്ട് അറ്റ് വേരിയസ് ലെവൽസ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അതായത് ജസ്റ്റിസ്, അത് നീതി നിർവഹണത്തിന് വേണ്ടിയിട്ട് ധാരാളം കോർട്ടുകളുണ്ടായിരുന്നു, കോടതികളുണ്ടായിരുന്നു. ദ അപ്പലേറ്റ് അതോറിറ്റി വാസ് ദ കിങ് ഹിംസെൽഫ്. ഉണ്ടായിരുന്ന ഏറ്റവും മുകളിലുള്ള അതോറിറ്റി ആരായിരുന്നു? രാജാവിനായിരുന്നു. രാജാവിൻ്റെ വാക്കായിരുന്നു ഏറ്റവും അപ്പെക്സ്, ഏറ്റവും മുകളിൽ. മൈനർ ഒഫൻസസ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്സ് വെയർ ഡെൽറ്റ് ബൈ ദ വില്ലേജ് കോർട്ട്സ് ദംസെൽസ്. മൈനർ ഒഫൻസ്, ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിൽ ലേബർ ഡിസ്പ്യൂട്ട്, തൊഴിലാളികൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടൊക്കെ ആയിരുന്നുവെങ്കിൽ എവിടെയാണ് അത് സെറ്റിൽ ചെയ്തിരുന്നത്? വില്ലേജ് കോർട്ടിലായിരുന്നു. നമ്മൾ നാട്ടുകൂട്ടം എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ സംഭവം. നായകാസ് ആൻഡ് അമരനായകാസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വിജയനഗര. വിജയനഗര എംപയറിൻ്റെ ഭരണ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നായകാസ് ആൻഡ് അമരനായക. ദ മിലിറ്ററി കമാൻഡേഴ്സ് അവർ നോൺ ആസ് അമരനായകാസ്. മിലിറ്ററി കമാൻഡറിനെ അറിയപ്പെട്ടിരുന്നത് അമരനായകാസ് എന്നായിരുന്നു. കിങ്സ് അലോട്ടഡ് ലാൻഡ് നോൺ ആസ് അമര ടു ദം. ഈ മിലിറ്ററി കമാൻഡേഴ്സിന്, അതായത് അമരനായകാസിന് രാജാവ് എന്താണ് ഭൂമി അലോട്ട് ചെയ്തിരുന്നു, കൊടുത്തിരുന്നു. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമരാസ് വാസ് ക്യാരീഡ് ഔട്ട് ബൈ അമരനായകാസ്. അപ്പോൾ ഈ ലാൻഡിന് പറഞ്ഞിരുന്ന പേരാണ് അമര എന്ന്. അപ്പോൾ ആ അമര, അതായത് ആ ലാൻഡിലെ അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്നത് ആരാണ്? അമരനായകാസ് ആയിരുന്നു. അമരനായകാസ് ഹാഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദീസ് ഏരിയാസ്. അവർക്ക് കൊടുത്തിരുന്ന ലാൻഡിൽ നിന്നും ടാക്സ് കളക്ട് നികുതി പിരിക്കാനുള്ള അവകാശവും ആർക്കായിരുന്നു? ഈ അമരനായകാസിനായിരുന്നു. ദ അമരനായകാസ് പെയ്ഡ് എ ഫിക്സഡ് എമൗണ്ട് ടു ദ കിങ്. രാജാവിന് ആ നികുതിയിൽ നിന്ന് ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ട്, ഈ ലാൻഡ് കൊടുക്കുമ്പോഴേ പറഞ്ഞിരിക്കും ഇന്നൊരു ഫിക്സഡ് എമൗണ്ട് ഖജനാവിൽ അടയ്ക്കണമെന്ന്. അപ്പോൾ ആ ഫിക്സഡ് എമൗണ്ട് അവർ ആ ടാക്സ് ഇനത്തിൽ നിന്ന് കൊടുത്തിരുന്നു. ദേ ആൾസോ മെയിൻറ്റെയിൻഡ് എ സർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജിയേഴ്സ്, അതായത് ഇൻഫൻട്രി, കാലാൾപ്പട. അവർ കുറച്ച് നമ്പർ, സർട്ടൻ നമ്പർ ഓഫ് ഇൻഫൻട്രി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഹോഴ്സ് ആൻഡ് എലിഫൻസ്. ദിസ് സിസ്റ്റം വാസ് കാൾഡ് ദി അമരനായക സിസ്റ്റം. ഈ സിസ്റ്റത്തെയാണ് എന്തറിയപ്പെടുന്നത്? അമരനായക സിസ്റ്റം എന്ന് അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് പഠിക്കാനുള്ള സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ. വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. നമ്മൾ പറഞ്ഞു അദ്ദേഹം വളരെ ഒരു റിലീജിയസ് ടോളറൻസ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വിജയനഗര എംപയറിൽ ഒരുപാട് ജാതികൾ, മതങ്ങൾ ഉൾപ്പെട്ടവർ ജീവിച്ചിരുന്നു. ബ്രാഹ്മിൺസ് വെയർ ദ ഡോമിനൻ്റ് ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആരായിരുന്നു? പ്രധാനപ്പെട്ട ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൺസ് ആയിരുന്നു. ദേ വെയർ എൻറ്റൈറ്റിൽഡ് വിത്ത് റവന്യൂ ഫ്രം ദി ലാൻഡ് അലോട്ടഡ് ടു ദി ടെമ്പിൾ. അതായത് ടെമ്പിളിന് കൊടുത്തിരുന്ന ലാൻഡിൽ നിന്നുമുള്ള ഈ റവന്യൂ ആരായിരുന്നു കളക്ട് ചെയ്തിരുന്നത്? ആർക്കായിരുന്നു ഉള്ളത്? ഈ ബ്രാഹ്മിൺസിനായിരുന്നു വന്ന് ചേർന്നിരുന്നത്. ബ്രാഹ്മിൺസ് യൂസ്ഡ് ടു ലീഡ് ദ റിച്വൽസ് ആൻഡ് റിലീജിയസ് സെറമണീസ് ഇൻ ദ ടെമ്പിൾസ്. ഈ ടെമ്പിൾസിലെ, ഈ അമ്പലങ്ങളിലെ റിച്വൽസ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്തിരുന്നത് ആരായിരുന്നു? ഈ ബ്രാഹ്മിൺസ് ആയിരുന്നു. അതർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വെയർ മെയിൻലി എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. മറ്റൊരു സെക്ഷൻ എന്ന് വെച്ചാൽ കൃഷി ചെയ്തിരുന്നവരാണ്. മറ്റൊരു ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്, കരകൗശലങ്ങൾ. കിങ് എംപ്ലോയിഡ് വുമൺ ടു പ്രിപ്പയർ അക്കൗണ്ട്സ് ഓഫ് ദി റോയൽ പാലസ്. അപ്പം സ്ത്രീകൾക്കും പ്രാധാന്യമുണ്ടായിരുന്നു. അതാണ് രാജാവ് എംപ്ലോയ് ചെയ്തിരുന്നു, ജോലിക്കെടുത്തിരുന്നു സ്ത്രീകളെ. എന്തിനാണ്? അക്കൗണ്ടുകൾ, അതായത് റോയൽ പാലസിൻ്റെ അക്കൗണ്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് കണക്കുകൾ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഡെക്കറേറ്റ്സ് ഗാർഡൻസ്. ഗാർഡനുകൾ, പൂന്തോട്ടം ഡെക്കറേറ്റ് ചെയ്യാനും പരിപാലിക്കാനുമൊക്കെ. പോളിഗമി പ്രിവൈൽഡ് എമംഗ് ദി വെൽത്തി. സമ്പന്നരായിട്ടുള്ളവരുടെ ഇടയ്ക്ക് പോളിഗമി നിലനിന്നിരുന്നു. പോളിഗമി എന്ന് വെച്ചാൽ ബഹുഭാര്യാത്വം. ഒരാൾക്ക് ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കാം, അതാണ് ബഹുഭാര്യാത്വം. ചൈൽഡ് മാരേജ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് സതി വെയർ ആൾസോ പ്രിവലൻ്റ് ഇൻ ദ സൊസൈറ്റി. ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ അവരെ കല്യാണം കഴിപ്പിക്കുന്നതിനാണ് ചൈൽഡ് മാരേജ് എന്ന് പറയുന്നത്. ദ പ്രാക്ടീസ് ഓഫ് സതി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ വൈഫ് ആ ചിതയിൽ ചാടി ആത്മഹൂതി നടത്തുന്നതിനെയാണ് സതി എന്ന് പറയുന്നത്. ഇതെല്ലാം വിജയനഗര എംപയറിൽ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് ഒരു ബോക്സിലുള്ളതാണ്, അതും ഒരു പോർച്ചുഗീസ് ട്രാവലറിൻ്റെ എഴുത്താണ്. ഗോയിങ് ഫോർവേഡ് യു ഹാവ് എ ബ്രോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. മുന്നോട്ട് പോയാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്, തെരുവ് കാണാൻ പറ്റും. ഇൻ ദി സ്ട്രീറ്റ് ലിവ് മെനി മർച്ചൻസ്. ധാരാളം വ്യാപാരികൾ ആ സ്ട്രീറ്റിൽ ജീവിക്കുന്നു. There you will find all sort of rubies and diamonds and emerald and pearls and cloth. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്നെല്ലാം ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കുന്നത് വെച്ചാൽ വിജയനഗര എംപയർ വളരെ ഡെവലപ്പായിട്ടുള്ള പ്രോസ്പറസ് ആയിട്ടുള്ളൊരു കൺട്രി ആയിരുന്നു എന്നാണ്, ഒരു രാജ്യമായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ ഒരു സ്ട്രീറ്റിൽ ചെന്നാൽ റൂബീസിൻ്റെയും ഡയമണ്ടിൻ്റെയും എമറാൾഡിൻ്റെയും പേളിൻ്റെയും ക്ലോത്തിൻ്റെയൊക്കെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. Many travelers who visited that country recorded the grandeur and richness of വിജയനഗര. ധാരാളം ട്രാവലേഴ്സുകൾ എവിടെ വന്നിരുന്നു? വിജയനഗര എംപയറിൽ വിസിറ്റ് ചെയ്തിട്ട് രാജ്യത്തിൻ്റെ പ്രൗഢിയും അതുപോലെ തന്നെ റിച്ച്നെസ്സിനെ പറ്റിയും എഴുതിയിരുന്നു. ദ മെയിൻ ഓക്കുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ വാസ് അഗ്രികൾച്ചർ. അവരുടെ പ്രധാനപ്പെട്ട ജോലി അഗ്രികൾച്ചർ ആയിരുന്നു, കൃഷിയായിരുന്നു. സിൽക്ക് ആൻഡ് കോട്ടൺ ക്ലോത്ത്സ് വെർ കോമൺലി യൂസ്ഡ്. സിൽക്കും കോട്ടനുമായിരുന്നു അവർ സാധാരണ ഉപയോഗിച്ചിരുന്നത്. ഇറിഗേഷൻ വാസ് പ്രൊവൈഡഡ് ഇൻ ദി ആരിഡ് ഏരിയാസ്. ആരിഡ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ വരൾച്ച കൂടിയ സ്ഥലങ്ങൾ, അവിടെ ഇറിഗേഷൻ ജലസേചനം ഉറപ്പാക്കിയിരുന്നു. കമാലപുരം ലേക്ക് കൺസ്ട്രക്റ്റഡ് ഇൻ ദ 15th century CE, ഹിരിയ കനാൽ ആൻഡ് ദി ഡാം അക്രോസ് ദ തുംഗഭദ്ര റിവർ. അപ്പോൾ ഈ ഹംപി എന്ന് പറയുന്നത് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദി റിവർ തുംഗഭദ്ര റിവറിൻ്റെ തീരത്തായിരുന്നു ഈ ഹംപി എന്ന് പറയുന്ന സ്ഥലം. അപ്പം ആ ഹംപിയുടെ ക്രോസിനും ഒരു ഡാം കെട്ടിയിരുന്നു. എന്തിനാണ്? ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. റിവർ സ്ട്രെങ്തൻഡ് ദ അഗ്രികൾച്ചർ സെക്ടർ. അത് അഗ്രികൾച്ചറിൻ്റെ സെക്ടർ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വിജയനഗര എംപയറിലുണ്ടായിരുന്ന നദിയാണ് ഏതാണ്? തുംഗഭദ്ര റിവർ. ദ ലാൻഡ് വാസ് സർവേഡ് ആൻഡ് ടാക്സ്ഡ് അക്കോർഡിംഗ് ടു പ്രൊഡക്ടിവിറ്റി. ലാൻഡ് സർവേ ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചായിരുന്നു അവർ എന്ത് നിശ്ചയിച്ചിരുന്നത്? ടാക്സ് നിശ്ചയിച്ചിരുന്നത്. നന്നായിട്ട് വിള കിട്ടുന്നതിന് കൂടിയ ടാക്സും അതുപോലെ തന്നെ കുറഞ്ഞ വിള കിട്ടുന്ന സ്ഥലത്ത് കുറഞ്ഞ ടാക്സുമായിരുന്നു അവർ ഇമ്പോസ് ചെയ്തിരുന്നത്. എപ്പാർട്ട് ഫ്രം ലാൻഡ് ടാക്സ് ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെൻറ് വെയർ പ്രൊഫഷണൽ ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, ലൈസൻസ് ഫീ ഫോർ വേരിയസ് കൈൻഡ്സ് ആൻഡ് ഫൈൻസ് ഇമ്പോസ്ഡ് ബൈ കോർട്ട്. ഇതൊക്കെയായിരുന്നു മെയിൻ ടാക്സ്. ഇതൊക്കെയാണ് പ്രൊഫഷണൽ ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, ലൈസൻസ് ഫീ ഓഫ് വേരിയസ് കൈൻഡ്സ് ആൻഡ് ഫൈൻസ് ഇമ്പോസ്ഡ് ബൈ ദ കോർട്ട്. എന്തെങ്കിലും പണിഷ്മെൻറ്റ് കോർട്ട് കൊടുത്തിട്ട് അതിന് ഈടാക്കുന്ന ഫൈന്. വിജയനഗര ഡെവലപ്ഡ് ഇൻറ്റു എ മേജർ ട്രേഡിംഗ് സെൻറ്റർ. പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് സെൻറ്റർ ആയിരുന്നു, വ്യാപാര കേന്ദ്രമായിരുന്നു. ട്രേഡേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ് ഫ്ലോക്ക്ഡ് ടു ദ ഫേമസ് സിറ്റി ഓഫ് വിജയനഗര. ഫ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട്. അപ്പോൾ ഇന്ത്യയിലുള്ളവരും അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസിലുള്ളവരും എവിടെ വന്നു? വിജയനഗര എംപയറിൽ വന്നു ട്രേഡിന് വേണ്ടിയിട്ട്. ദ റൂളേഴ്സ് ഗ്രേറ്റ്ലി എൻകറേജ്ഡ് ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം, അത് എൻകറേജ് ചെയ്തു. ദ പോർച്ചുഗീസ് ആൻഡ് അറബ്സ് ഹാഡ് മൊണോപ്പൊളി ഓവർ ഫോറിൻ ട്രേഡ്. ആരൊക്കെയായിരുന്നു? ആദ്യമേ പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ അറബ്സുമായിരുന്നു മൊണോപ്പൊളി, കുത്തക ഫോറിൻ ട്രേഡിൽ. ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിൽ പ്രധാനപ്പെട്ട കുത്തകയായിട്ടുണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു? പോർച്ചുഗീസുകാരും അറബ്സുകാരും. ട്രേഡ് വാസ് ആൾസോ ഡൺ ഇൻ ചൈന ആൻഡ് ശ്രീലങ്ക. ശ്രീലങ്കയുമായിട്ടും ചൈനയുമായിട്ടും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു വിജയനഗര സാമ്രാജ്യം. ദ ട്രേഡ് ഓഫ് ഹോഴ്സ് ബ്രോട്ട് ഫ്രം അറേബ്യ ആൻഡ് സെൻട്രൽ ഏഷ്യ വാസ് മെയിൻ ഡൺ ബൈ ദി അറബ്സ്. അതായത് ഹോഴ്സിൻ്റെ ട്രേഡ്, ഹോഴ്സ് വേണമല്ലോ ഒരു രാജ്യമാവുമ്പോൾ, അവിടെ രാജഭരണമാവുമ്പോൾ ഹോഴ്സ് ആവശ്യമാണ് കുതിരപ്പട്ടാളത്തിന് വേണ്ടിയിട്ട്. അതിൽ ആരായിരുന്നു ഏർപ്പെട്ടിരുന്ന? അറബുകാരും അറേബ്യയിൽ നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നുമായിരുന്നു ഹോഴ്സിനെ കൊണ്ടുവന്നിരുന്നത്. ആരായിരുന്നു? അറബ്സുകാരായിരുന്നു പ്രധാനപ്പെട്ട ഈ ഹോഴ്സിൻ്റെ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നത് വിജയനഗര എംപയറുമായിട്ട്. അവർ കൊണ്ടുവന്നത് അറേബ്യയിൽ നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നും. ഹോഴ്സ് വേർ ദ ഇമ്പോർട്ടൻ്റ് ഐറ്റം ഓഫ് ട്രേഡ്. ഇമ്പോർട്ടൻ്റ് ഐറ്റം ഹോഴ്സ് ആയിരുന്നു. എന്നുവെച്ചാൽ കുതിര. ലോക്കൽ ട്രേഡേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഹോഴ്സ് ട്രേഡിംഗ് വെയർ നോൺ ആസ് കുതിരച്ചെട്ടീസ്. അപ്പം ലോക്കൽ ട്രേഡേഴ്സും ഉണ്ടായിരുന്നു. അതായത് വിജയനഗര എംപയറിലുള്ള
വ്യാപാരികളും എന്തിലേർപ്പെട്ടിരുന്നു? ഈ ഹോഴ്സിൻ്റെ ട്രേഡിൽ ഏർപ്പെട്ടിരുന്നു. അവരെ പറയുന്നത് കുതിരച്ചെട്ടീസ് എന്നായിരുന്നു. ഗ്രാജുവലി ദ പോർച്ചുഗീസ് പുഷ്ഡ് ഔട്ട് ദി അറബ്സ് ആൻഡ് ടുക്ക് കൺട്രോൾ ഓഫ് ദിസ് ട്രേഡ്. ഗ്രാജുവലി ഇത് ആദ്യം പോർച്ചുഗീസും പിന്നെ ആരായിരുന്നു? അറബ്സുമായിരുന്നു. പിന്നീട് പോർച്ചുഗീസുകാർ ആരെ പിന്നെ തള്ളിക്കളഞ്ഞു? അതായത് അറബ്സിനെ തള്ളിക്കളഞ്ഞിട്ട് അവർ മുന്നിലോട്ട് വന്നു. ഇൻകം ഫ്രം ട്രേഡ് സ്ട്രെങ്തൻഡ് ദ നേഷൻസ് എക്കോണമി. നേഷൻ്റെ എക്കോണമി സ്ട്രെങ്ത് ചെയ്തത് ഏതായിരുന്നു? ട്രേഡിൽ നിന്നുള്ള വരുമാനമായിരുന്നു. ചൈനീസ് പോട്ടറി ഫൗണ്ട് ഇൻ ദ സിറ്റി ഇൻഡിക്കേറ്റ് ട്രേഡ് റിലേഷൻ വിത്ത് ചൈന. അപ്പോൾ ചൈനയിൽ നിന്ന് പോട്ടറിയും എവിടുന്ന് കണ്ടെടുത്തു? ഇന്ത്യയിൽ നിന്നും കണ്ടെടുത്തു. അതായത് വിജയനഗര സാമ്രാജ്യത്തിൽ നിന്നും കണ്ടെടുത്തു. അത് എന്താണ് ഇൻഡിക്കേറ്റ് സൂചന നൽകുന്നത്? ഇന്ത്യക്ക് അല്ലെ വിജയനഗര എംപയറിന് എങ്ങോവിടമായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു? ചൈനയുമായിട്ടും ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് 2 പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും ഹംപിയിലുള്ളതാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹംപിയിലുള്ള 2 ബിൽഡിങ്ങിൻ്റെ പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഹസാരരാമ ടെമ്പിൾ, മറ്റേത് വിതാള സ്വാമി ടെമ്പിൾ. ഈ 2 ടെമ്പിളിൻ്റെ പിക്ചറാണിത്. ഡ്യൂറിങ് ദ വിജയനഗര പീരീഡ് ദ കൾച്ചറൽ ലൈഫ് ആൾസോ മേഡ് ഗ്രേറ്റ് പ്രോഗ്രസ്. സാംസ്കാരിക ജീവിതത്തിലും വളരെയധികം പുരോഗതി വന്നു. മെനി സ്കൂൾസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ സ്റ്റഡി ഓഫ് വേദാസ് ആൻഡ് ശാസ്ത്രാസ്. വേദങ്ങളൊക്കെ അറിയാമല്ലോ, 4 വേദങ്ങളാണുള്ളത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പോൾ വേദങ്ങൾ പഠിക്കാനും ശാസ്ത്രങ്ങൾ പഠിക്കാനുമൊക്കെ ധാരാളം സ്കൂളുകൾ എവിടെ എസ്റ്റാബ്ലിഷ്ഡായി? വിജയനഗര എംപയറിൽ. ദ വിജയനഗര പീരീഡ് വിറ്റ്നസ്ഡ് അൺപ്രസിഡൻറ്റ് ഗ്രോത്ത് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. അപ്പം പറഞ്ഞ് നമുക്ക് തീർക്കാൻ പറ്റാത്ത അത്രയും ഗ്രോത്ത് ഉണ്ടായി അതിന് ആർട്ടിൽ, ആർക്കിടെക്ചറിൽ, സ്കൾപ്ചറിൽ. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ടെമ്പിൾസും ബിൽഡിങ്സും എല്ലാം ഉണ്ടായി. ഇപ്പോൾ 2 പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ ആർക്കിടെക്ചറിലെ സ്കില്ല് എന്തുവാണെന്ന്. അതുപോലെ മ്യൂസിക്, അതുപോലെ തന്നെ ലിറ്ററേച്ചർ, അഷ്ടദിഗ്ജയൊക്കെ അവരുടെ വിജയനഗര കൃഷ്ണദേവരായരുടെ കോർട്ടിലായിരുന്നു അഡോൺ ചെയ്തിരുന്നതൊക്കെ നമ്മൾ പഠിച്ചു. കിങ്സ് ലൈക്ക് കൃഷ്ണദേവരായ വെയർ പാട്രൺ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, നമ്മളത് പറഞ്ഞു. ദ ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് കൾച്ചർ വാസ് ഡോമിനൻ്റ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിജയനഗര എംപയറിൻ്റെ സമയത്ത് നിലനിന്നിരുന്ന സ്കൾപ്ചർ ഏത് സ്റ്റൈൽ ഓഫ് കൾച്ചറാണ്? ദ്രവീഡിയൻ സ്റ്റൈലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വരച്ചിട്ട് പഠിച്ചോണം. അനദർ ഇമ്പോർട്ടൻ്റ് ഫ്യൂച്ചർ ഓഫ് വിജയനഗര സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ദ ജൈജാൻറ്റിക് ടെമ്പിൾ ഗേറ്റ് നോൺ ആസ് ഗോപുരങ്ങൾ, വലിയ ഗോപുരങ്ങൾ ആയിരുന്നു അതിൻ്റെ വേറൊരു പ്രത്യേകത. കണ്ടോ, ജൈജാൻറ്റിക് വലിയ ഗോപുരങ്ങൾ. ഇനി ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ ആൾസോ മെയ്ഡ് ട്രമൻഡസ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ലിറ്ററേച്ചറിൻ്റെ എഴുത്തിൻ്റെ മേഖലയിലും അതുപോലെ തന്നെ ഒരുപാട് പുരോഗതി വന്നു. തെലുങ്കു ലിറ്ററേച്ചർ വാസ് ദ മോസ്റ്റ് ഫ്ലറിഷ്ഡ് ഓൺ. ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ആയിട്ടുള്ളത് തെലുങ്കു ലിറ്ററേച്ചറാണ്. സാൻസ്ക്രിപ്റ്റ് വർക്ക് വെയർ ആൾസോ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി റീജിയണൽ ലാംഗ്വേജസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അതായത് സാൻസ്ക്രിപ്റ്റ് സംസ്കൃതത്തിലുള്ള വർക്കുകളും ധാരാളം റീജിയണൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന ആ സ്ഥലത്തെ ലാംഗ്വേജ്, ആ ലാംഗ്വേജിലോട്ട് അവരെന്ത് ചെയ്തിരുന്നു? ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. അപ്പം ഈ ഒരു ചാപ്റ്റർ തീർന്നു. മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തീർന്നു. അതിനകത്ത് മുഗൾ റൂളിനെ പറ്റിയും വിജയനഗര എംപയറിനെ പറ്റിയും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഈ ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.